മാരുതി റിറ്റ്സ് VXi ഓണർഷിപ്പ് കാര്യങ്ങൾ 2013 മോഡൽ, ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 56,000. ഷെവർലെ സ്പാർക്ക് 2009 മോഡൽ, സിംഗിൾ ഓണർ, കിലോമീറ്റർ വെറും 52,000. മഹീന്ദ്ര കോണ്ടോ 2012 മോഡൽ, 12 ആണെങ്കിലും സിംഗിൾ ഓണറാണ്, വെറും 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫിഗോ ഡീസൽ 2010 മോഡൽ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. നിസാൻ സണ്ണി പെട്രോൾ, ഓണർഷിപ്പ് തേർഡ്, കിലോമീറ്റർ 70,000. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇത് വേരിയന്റ് ഏതാ? വേരിയന്റ് GD എന്ന് പറയുമ്പോൾ ടോപ്പ് ആണോ മീഡിയം ആണോ? അല്ല, മിഡിൽ. സ്വിഫ്റ്റ് ZXi 2015 മോഡൽ, ഓണർഷിപ്പ് സെക്കൻഡ്, കിലോമീറ്റർ 76. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കരിക്കോട് ഷാപ്പുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് കൊല്ലം ജില്ലയിൽ കരിക്കോട് ഷാപ്പുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. ഷോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് കൊല്ലം യൂസ്ഡ് കാസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഓണം പ്രമാണിച്ചുള്ള നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുകയാണ്. സലീമിക്കയുടെ ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ ഓഫേഴ്സ് തരുന്നുണ്ട് ഇത്തവണ. വണ്ടിയുടെ വിലക്കുറവ്, എക്സ്ചേഞ്ചിൽ ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ പേയ്മെൻറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് 1,30,30,000 രൂപ ഉള്ളെങ്കിൽ ആ വണ്ടിക്ക് 1.5 ലക്ഷം രൂപ തന്ന് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന രീതിയിൽ എക്സ്ചേഞ്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പരിമിതമായ കാലയളവിൽ. അതായത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്, അതായത് സെപ്റ്റംബർ 1 തൊട്ടാണ് ഈ ഓഫർ വന്നു തുടങ്ങുന്നത്. സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ 15-ാം തീയതിക്കകത്ത് വന്ന് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ നിലവിലുള്ളത്. അത് കഴിഞ്ഞ് വരുന്നവർക്കോ ബുക്ക് ചെയ്യുന്നവർക്കോ ഇതുണ്ടാവുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അത്തരത്തിലുള്ള എല്ലാ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഓണം അത്യാവശ്യം നല്ല വണ്ടികൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വില കുറഞ്ഞതും കൂടിയതുമായ ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും വന്നെടുക്കാവുന്ന ഒരു ഷോപ്പാണ്. അപ്പം എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇത്തവണ നമ്മൾ വില കുറച്ച് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ, അതായത് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ കമൻസ് ആയിട്ട് വന്നതാണ്. ഇതിന് മുമ്പേ ചെയ്യുന്ന വീഡിയോകൾക്ക് വണ്ടികൾക്ക് വിലയൊക്കെ മാന്യമായിരുന്നു, ഇപ്പോൾ വില കൂടുതലാണ്. അതുകൊണ്ട് ഇത്തവണ ഞാൻ പറഞ്ഞു ഒരു 20,000 രൂപയൊക്കെ കുറച്ചാണ് കച്ചവടം ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങളും കൂടി ഓഫറായിട്ട് കൊടുക്കാനുണ്ടോ? തീർച്ചയായും. ഈ വാഹനം 2006 ഓൾട്ടോ LX ആണ്. ഇത് നോർമൽ ഒരു 65,000 രൂപ മാർക്കറ്റ് വിലയുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വെറും 45,000 രൂപയ്ക്കാണ്. 45 രൂപ? അതെ. ഓണർഷിപ്പ് ഒക്കെ തന്നെ? ഓണർഷിപ്പ് സെക്കൻഡ്, 2006 LX. 2006? അതെ അതെ. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 92,000. 92 ഓടിയിട്ടുണ്ട്. ആകമൊക്കെ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. റൂഫും ഒക്കെ നല്ല വൃത്തിയുണ്ട്. എത്ര ചോദിച്ചേ? 45? വെറും 45,000 രൂപ. 2006 LX. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സും ഉണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, ചെറിയ സ്ക്രാച്ചസും കാര്യം അങ്ങനെയുണ്ട്. ഈ കണ്ടീഷനിലാണോ കൊടുക്കുന്നത്? നിലവിൽ കാണുന്ന കണ്ടീഷൻ. ഇത് എക്സ്ചേഞ്ച് വന്ന വാഹനമാണ്, നിലവിൽ കാണുന്ന കണ്ടീഷൻ. ഷെവർലെ സ്പാർക്ക് 2009 മോഡൽ, സിംഗിൾ ഓണർ, കിലോമീറ്റർ വെറും 52,000. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സിംഗിൾ, കിലോമീറ്റർ 52,000. അതെ. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഏത് വർഷമായിരുന്നു? 2009. അപ്പോൾ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര നാളുകൂടി ഉണ്ട്? ഇതിപ്പം 5 വർഷത്തേക്ക് ടാക്സ് അടച്ച് 85,000 രൂപയ്ക്ക് കൊടുക്കാം. ടെസ്റ്റിന് സമയം അടുത്ത് വരുന്നു. ടെസ്റ്റ് എന്ന് വരും? ടെസ്റ്റ് ഇപ്പം ഒരു 2 മാസത്തിനാവും. അപ്പം ടെസ്റ്റ് 5 വർഷത്തേക്കുള്ള ടാക്സ് അടച്ച് 85,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ, 85,000. അത് എന്തെങ്കിലും കുറയുമോ? അതിൽ കുറയില്ല. സിംഗിൾ ഓണറാണ്, 52,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എൻജിൻ സൈഡും കാര്യങ്ങളൊക്കെ പക്ക. AC കാര്യങ്ങളെല്ലാം നല്ല കൂളിംഗ് അല്ലേ? എല്ലാം വർക്ക്. ടയേഴ്സ് എല്ലാം അത്യാവശ്യം ഉണ്ട്, നല്ല ടയേഴ്സ് ഉണ്ട്. ഓൾട്ടോ LXi 2009 മോഡൽ, ഏകദേശം 1 ലക്ഷം രൂപ മാർക്കറ്റ് വിലയുള്ള ഈ വാഹനം ഇപ്പം വെറും 65,000 രൂപയ്ക്കാണ് കൊടുക്കാട്ടിരിക്കുന്നത്. എക്സ്ചേഞ്ച് വന്ന വാഹനമാണ്, നിലവിൽ കാണുന്ന കണ്ടീഷൻ. 2009 LXi. റൂഫ് കാര്യങ്ങളൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ബാക്ക് സീറ്റ് കാര്യങ്ങളെല്ലാം കൊള്ളാം. എത്ര ചോദിച്ചേ? ഇത് ഓഫർ പ്രൈസ് വെറും 65,000 രൂപ. AC പവർ സ്റ്റിയറിംഗ് ഉള്ള 2009 ഓൾട്ടോ LXi. നല്ല ടയേഴ്സ് ആണല്ലോ? അതെ, ടയേഴ്സ് എല്ലാം പുതിയതാണ്. ഹോണ്ട ജാസ് പെട്രോൾ 2016 മോഡൽ, സിംഗിൾ ഓണർ, കിലോമീറ്റർ 69,000. ആക്സിഡന്റ് കേസോ റീപ്ലേസ്മെന്റ്സോ എല്ലാം ഉണ്ടോ? ഒന്നുമില്ല. വണ്ടിക്കാകമൊക്കെ അത്യാവശ്യം നല്ല പോഷായിട്ട് കൊള്ളാം. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്, നല്ല സീറ്റ് കവർ. എത്ര ചോദിക്കുന്നേ? ഇത് പ്രൈസ് 420. 420. ജെന്യുവൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ, സിംഗിൾ ഓണർ, 2016 പെട്രോൾ. അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. സെൻ എസ്റ്റിലോ 2007 മോഡൽ,
എത്ര ഓണർ? ഓണർഷിപ്പ് സെക്കൻഡ്, കിലോമീറ്റർ 74,000. 74. വേറെ റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇല്ല. ഓക്കെ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കൊള്ളാം. സീറ്റ് കവർ കൊള്ളാമെന്ന് ഞാൻ പറയുന്നത് വണ്ടിക്കകം മൊത്തത്തിൽ കൊള്ളാമെന്നുള്ളതാണ്. അല്ല സീറ്റ് കവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ആരും ചീത്ത വിളിക്കില്ല. അകം വൃത്തിയായിരിക്കുന്നുണ്ട് എടുത്തത് പറയുന്നതേ ഉള്ളൂ. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. അണ്ണാ എത്രയാണ് ചോദിക്കുന്നത്? ചോദ്യം എത്ര? ഇത് പ്രൈസ് 130. 130. ഓക്കെ. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. ഈ മേളിലെ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ടല്ലോ, അതാണ് ഇവിടെ. അത് വർക്ക് ചെയ്ത് കൊടുക്കുമോ, ടച്ച് ചെയ്ത് കൊടുക്കുമോ? ഇല്ല, ഇത് പാർക്ക് ആൻഡ് സെയിലാണ് നിലവിൽ കാണുന്ന കണ്ടീഷൻ. ഓ, അങ്ങനെ കൊണ്ടിട്ടേക്കുന്നല്ലേ. മാരുതി റിറ്റ്സ് VXi. ഓണർഷിപ്പ് കാര്യങ്ങൾ 2013 മോഡൽ, ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 56,000. 56. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, എക്സലന്റ് കണ്ടീഷൻ. വണ്ടിക്കകം ഒക്കെ കൊള്ളാം. റൂഫും കാര്യങ്ങളൊക്കെ നല്ല പോലെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. മൊത്തത്തിൽ ബാക്ക് സൈഡും ഫ്രണ്ടും ഒക്കെ കൊള്ളാം. ഇത് മൈലേജ് എന്താണ്? മൈലേജ് ഒരു 18. പെട്രോൾ അല്ലേ? പെട്രോൾ. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 330. 330. എന്തെങ്കിലും കുറയോ? ഇല്ല, കുറയില്ല. ഫൈനൽ. ഇത് ലാസ്റ്റ് പ്രൈസാണ് ചോദിക്കുന്നതൊക്കെ? അതെ അതെ. അപ്പോൾ മാക്സിമം വിലയിൽ അഡ്ജസ്റ്റ് ചെയ്തുള്ള വിലയില്ലേ ഈ പറഞ്ഞല്ല? അല്ല, ഇത് പാർക്ക് ആൻഡ് സെയിലാണ്. അതിൻ്റെ ഓണർക്ക് അത്രയും പ്രൈസ് വേണമെന്നാണ് പറയുന്നത്. ഓൾട്ടോ 800 LXi 2018 മോഡൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ? കിലോമീറ്റർ 44,000. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? എത്ര ചോദ്യം? എത്ര ചോദ്യം? ഇത് പ്രൈസ് 285. 285. ബാക്ക് ടയർ അത്യാവശ്യം മോശമാണ്. ഫ്രണ്ട് ടയേഴ്സ് നല്ല ടയേഴ്സാണ്, കുഴപ്പമില്ല. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. 285. ഓൾട്ടോ K10 VXi സിംഗിൾ ഓണർ, കിലോമീറ്റർ 15,000. ഏത് വർഷമായിരുന്നു ഇത്? 2019. 15,000 ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് പ്രൈസ് 360. 360. ആ ഫസ്റ്റ് ടയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. അതെ അതെ. ചെറിയൊരു ടച്ച് ആൻഡ് പോളിഷ് പരിപാടി ഉണ്ട്, അത് ചെയ്ത് കൊടുക്കുമോ? ആ. ഓക്കെ. ഇത് എത്ര രൂപ നമുക്ക് ആദ്യം ഇറക്കാം? 90% ലോൺ കിട്ടും. 10-30 രൂപ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്വിഫ്റ്റ് ZXi 2015 മോഡൽ, ഓണർഷിപ്പ് സെക്കൻഡ്, കിലോമീറ്റർ 76. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ZXi ആണ്. AC പോസ്റ്റിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടിയാണ് അല്ലേ? എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് ഫൈനൽ 460. 460. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ലേ? ഒന്നുമില്ല. ഗ്രാൻഡ് ഐറ്റം ഡീസൽ 2013 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. ഇതിൻ്റെ പ്രൈസ് 3 lakh ആണ്. ഇപ്പോൾ സ്പെഷ്യൽ ഓഫറിൽ വെറും 2,60,000 രൂപയ്ക്ക് കൊടുക്കാം. 2013 ഡീസൽ ഗ്രാൻഡ് ഐറ്റം. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഒന്നുമില്ല. മൈലേജ് ഒരു 23-25 വരെ മൈലേജ് കിട്ടുന്ന വാഹനമാണ് ഡീസൽ. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പല്ല, മിഡിലാണ്. 100% വരെ ലോണും കിട്ടും. ലോൺ കിട്ടും. അപ്പോൾ നമുക്കൊരു 5 വർഷത്തേക്ക് ലോൺ സൗകര്യം കിട്ടുമോ? അതെ അതെ. ടയേഴ്സ് കാര്യങ്ങളൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. 260 അല്ലേ? അതെ. ഗ്രാൻഡ് ഐറ്റൻ പെട്രോള് 2018 മോഡൽ. ഈ വാഹനത്തിന് ചെറിയ പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ 1 ലക്ഷത്തിന് മേളിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചെറിയ ക്ലെയിം ഉണ്ട്, അതായത് ഫ്രണ്ട് ചെറിയ തട്ടിയ വാഹനമാണ്. ഓക്കെ. ഇത് നമുക്ക് വെറും 3,50,000 രൂപയ്ക്ക് കൊടുക്കാം. 100% ലോണും കൊടുക്കാം. തട്ടിയതാണെങ്കിലും? അതെ. തട്ടിയെന്ന് പറയുമ്പം ഫ്രണ്ട് ഒന്ന് ബോണ്ട് നോക്കി കാണിക്കാമോ? ബോണറ്റ് ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല, സൈഡിൽ ചെറിയതാണ്. അത് തന്നെ. ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡിൽ ചെറിയ വർക്കുണ്ട്, കാണിക്കാം. ടയേഴ്സൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്ക് ആ പറഞ്ഞ അപാകത ഒഴിച്ചാൽ വണ്ടി കാണാനും നല്ലൊരു വണ്ടി. ഈ സൈഡല്ലേ ഇടിച്ചെന്ന് പറഞ്ഞു? ചെറിയ വർക്കുണ്ട്. ഇവിടെ അല്ലേ? വേറെ തട്ടൽ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ. എത്ര ചോദ്യം? ഇത് ഫൈനൽ 350, 100% ലോൺ കിട്ടും. പെട്രോൾ സ്പോർട്സ് 2018. അതെ, സെക്കൻഡ് ഓണർ. മഹീന്ദ്ര കോണ്ടോ 2012 മോഡൽ. 12 ആണെങ്കിലും സിംഗിൾ ഓണറാണ്. വെറും 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
7 സീറ്റർ. ജെന്യൂൻ കിലോമീറ്ററും അതെ, കാര്യങ്ങളും ആ പിന്നെ ഡാഷും ആ ഇൻറ്റീരിയറും കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ക്വാളിറ്റി. ജെന്യൂൻ കിലോമീറ്റർ. ഡീസൽ അല്ലേ? ഡീസൽ. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 320 ഇപ്പോൾ സ്പെഷ്യൽ ഓഫറിൽ 285 കൊടുക്കാം. 285. അതെ. ഈ ടോപ്പും കാര്യങ്ങളും ഒരു 1.5-2 വരെ ലോൺ കിട്ടും. പ്രൂഫും ഒക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. ഇത് എത്ര മൈലേജ്? ഇതിന് തന്നെ മൈലേജ് കാണിക്കുന്നുണ്ട്, 16 മൈലേജ് കാണിക്കുന്നുണ്ട്. അതെ. ടയേഴ്സ്, ഈ ടയർ മോശമാണല്ലോ, മറ കൊടുക്കുമോ? ഇല്ല, ഈ കണ്ടീഷനിൽ 285. അലോയ്സ് എക്സ്ട്രാ ഉണ്ട്. മൈലേജിൻ്റെ കാര്യം വെറുതെ പറയുന്നതല്ല, ഇതിൽ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും മൈലേജുള്ള 7 സീറ്റർ വാഹനം വേറെ ഇപ്പം മാർക്കറ്റിലില്ല. വണ്ടി 16 മൈലേജ് മഹീന്ദ്രയുടെ. വണ്ടി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. അതായത് മഹീന്ദ്ര സൈലോ പോലെ തന്നെ സ്വല്പം നീളം കുറവാന്നേ ഉള്ളൂ. ഓക്കെ. ടയേഴ്സ് മാത്രം ഇത്തിരി മോശമാണ്. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വണ്ടി. മഹീന്ദ്ര സ്കോർപിയോ 2006 ആണെങ്കിലും സിംഗിൾ ഓണർ, വെൽ മെയിൻറ്റൈൻഡ് ആണ്. 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ. ടൈമിംഗ് ചെയിനും കാര്യമൊക്കെ മാറിയാണോ? അതെല്ലാം മാറിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 160. 160. 2006 സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലേ? റീപ്ലേസ് ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ടയേഴ്സ് ഒക്കെ കൊള്ളാം. ഇതിൻ്റെ ടയറൊക്കെ നല്ല ടയർ. റീപ്ലേസ് കാര്യങ്ങൾ എന്നാൽ ഈ റീപ്ലേസ് ഇല്ല എന്ന് പറയുന്നത് സത്യസന്ധമാണോ? കാരണം എന്ന് പറയുന്നത് നമ്മൾ 2018 ഗ്രാൻഡ് ഐറ്റൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞില്ലേ? ഓക്കെ, അത് പറഞ്ഞു. അപ്പം ഓക്കെ, സമ്മതിച്ചു. അല്ല, ഇത് 2006 ആയതുകൊണ്ടാണ് ചോദിച്ചത്. ഇത്രയും നാളായിട്ട് ആ ഗ്ലാസിൻ്റെ ആ ഡെലിവറി ടൈമിൽ അടിച്ച സ്റ്റിക്കേഴ്സ് ഉൾപ്പെടെ ഉണ്ട്. എല്ലാം ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 1,60,000. 1,60,000. ഇത് മൈലേജ് എന്താണ്? മൈലേജിൻ്റെ കറക്റ്റ് അറിയാൻ വയ്യ, എങ്കിലും ഒരു 14 കാണാൻ ചാൻസ് ഉണ്ട്. ഇനി പേപ്പർ വർക്കൊക്കെ എത്ര? ഇനി 2 വർഷമുണ്ട്. 2 വർഷമുണ്ട്. ഓൾട്ടോ LXi 2010 സിംഗിൾ ഓണർ. 2010 ആണെങ്കിലും സിംഗിൾ ഓണർ. കിലോമീറ്റർ ഒക്കെ എന്താ ഓടി? കിലോമീറ്റർ 90,000. 90. ജെന്യൂൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ. AC പോസ്റ്ററിങ് വരുന്ന 2010 LXi ഓൾട്ടോ. എത്ര ചോദ്യം? ഇത് പ്രൈസ് 120. 120. ടയേഴ്സ് എല്ലാം പുതിയതാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പേപ്പർ ഇനി 1 വർഷം കൂടി പേപ്പർ ഉണ്ട് അല്ലേ? അതെ. ഈ ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയറാണ്. ചെറിയ ടച്ച് ആൻഡ് പോളിഷ് പരിപാടി കിടപ്പുണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇതിന് ലോൺ കിട്ടത്തില്ലല്ലോ? ലോൺ ഒരു 70-80 കിട്ടും. അത്രയും കിട്ടും. എത്ര ചോദിക്കുന്നത്? 120. 120. മാരുതി സ്വിഫ്റ്റ് LXi ആണെങ്കിലും കമ്പനിയിൽ തന്നെ 4 ഡോർ പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. BXIയുടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സെറ്റ്, സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട്. വെറും 16,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. 2019 പെട്രോൾ, സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലേ? ഒന്നുമില്ല. ഈ വണ്ടിക്കകം ഒക്കെ കാണാൻ കൊള്ളാം. പ്രത്യേകം സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 560 ഫൈനൽ നമുക്ക് 540 കൊടുക്കാം. 540. അതെ. 4.5 വരെ ലോൺ കിട്ടും. ഈ വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ടയേഴ്സൊക്കെ ആദ്യത്തെ ഫസ്റ്റ് ടയേഴ്സ്. ഇത് ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണോ? 4.5 വരെ കിട്ടും. അത്രേ ഉള്ളൂ. എത്ര നമ്മൾ ചോദിച്ചത്? 560 ഫൈനൽ 540 കൊടുക്കാം. ടൊയോട്ടോ എത്തിയോസ് 2017 ഡീസൽ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇത് വേരിയന്റ് ഏതാ? വേരിയന്റ് GD എന്ന് പറയുമ്പോൾ ടോപ്പ് ആണോ മീഡിയം ആണോ? അല്ല, മിഡിൽ. ഈ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് 685. ടയേഴ്സ് കാര്യങ്ങളൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് ഉണ്ട്. എത്ര ചോദ്യം? എത്ര കേട്ടില്ലണ്ണ? 685. 685. വെറും 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 46,000. 2017 ഡീസൽ എത്തിയോസ് GD വേരിയന്റ്. ജെന്യൂൻ കിലോമീറ്ററും കാര്യങ്ങളാണ്. കിലോമീറ്റർ. ടയറെല്ലാം ഒരു ആവറേജ് ടയേഴ്സ് കാര്യങ്ങളുണ്ട്. ഇത് മൈലേജ് എന്താണ്? മൈലേജ് 20 മേളിൽ കാണും. 20 മേളിലുണ്ടോ? നിസാൻ സണ്ണി പെട്രോൾ, ഓണർഷിപ്പ് 3rd, കിലോമീറ്റർ 70,000, പെട്രോളാണ്. 2012 മോഡൽ. അപ്പോൾ മൈലേജ് എന്താണ്? മൈലേജ് ഒരു 12-14 അത്രേ ഉള്ളൂ. ഈ ടച്ച് സ്ക്രീനൊക്കെ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അതെ. ഈ വണ്ടിക്കകം സർവീസ് ചെയ്യാത്തതിൻ്റെ ഒരു പോരായ്മയുണ്ട്. അതെ. പക്ഷെ അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ട്. ഉൾഭാഗമൊക്കെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് അലോയ്സ് എക്സ്ട്രാ ഉണ്ട്. ലോയ്സ് ചെയ്തിട്ടുണ്ട്.
പവർ സ്റ്റിയറിംഗ് ഒക്കെ എക്സ്ട്രാ ചെയ്ത് പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് അല്ല പവർ വിൻഡോ അതാ AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ചെയ്തതാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 225. 225. ഇയോൺ 2012 മോഡൽ, കിലോമീറ്റർ 70,000. ഓണർഷിപ്പ് സിംഗിള്. ഈ റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. 2 ഡോർ പവർ വിൻഡോ ആണല്ലേ? ഇല്ല, AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. ഈ കാര്യങ്ങളൊക്കെ കൊള്ളാം, വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് സ്പെഷ്യൽ ഓഫർ 160. 160. എത്ര ചോദിച്ചിരുന്നേ? ചോദ്യം 180 ആയിരുന്നു. 180 നമ്മൾ കുറച്ചിട്ടേക്കുവാ. അതെ. ഫിഗോ ഡീസൽ 2010 മോഡൽ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ ഒക്കെ എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 18. ഡീസൽ അല്ലേ? ഡീസൽ. അപ്പം ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? ടൈമിംഗ് ചെയ്യാനൊക്കെ മാറിയതാ. നല്ല അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. വണ്ടിക്കകവും കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. ഇത് ഏത് മോഡലാണെന്നാണ് പറഞ്ഞത്? 2010. അപ്പോൾ ഇനി 1 വർഷം കൂടി പേപ്പറുണ്ട്. അതെ. എത്ര ചോദ്യം? ഇതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ വാറൻറ്റിയോട് കൂടി 130 കൊടുക്കാം. 130. സ്വിഫ്റ്റ് LXi 2019. LXi ആണെങ്കിലും കമ്പനിയിൽ തന്നെ 4 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. VXiയുടെ ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് സെറ്റ് എല്ലാം ഉണ്ട്. 2019, കിലോമീറ്റർ 35,000, സിംഗിൾ ഓണർ, പെട്രോൾ. 4.5 വരെ ലോൺ കിട്ടും. വേറെ പ്രത്യേകിച്ച് അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചേട്ടൻ ചോദിക്കുന്നത്? എത്ര ചോദിക്കുന്നത്? ചോദിക്കുന്നത് ഇത് പ്രൈസ് 560 ആണ്. ഫൈനൽ ഒരു 540 കൊടുക്കാം. 540. അതിൽ പിന്നെ ബാർഗനിങ് ഇല്ല? 4.5 വരെ ലോൺ കിട്ടും. എത്തിയോസ് പെട്രോൾ 2019. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ വെറും 35,000. ഇതിനകത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്. എക്സ്ട്രാ ചെയ്തിട്ടുള്ള കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 585. 585. ടയേഴ്സൊക്കെ എങ്ങനെയാണ്? ആവറേജ് ടയർ. ഇത് സ്പെഷ്യൽ പ്രൈസ് ആണ്. ഇത് ഓണം വരെയുള്ള ഈ പ്രൈസ്, അതായത് തിരുവോണം വരെ 620 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇപ്പം സ്പെഷ്യൽ ഓഫറായിട്ട് 585 ഓടിക്കുക. അത് തന്നെ, തിരുവോണം വരെയല്ലേ ഉള്ളൂ ഈ ഓഫർ എന്ന് പറഞ്ഞത്. ഡിസയർ VXi 2020 മോഡൽ, കിലോമീറ്റർ 39,000, VXi പെട്രോൾ. ഓണർഷിപ്പ് സിംഗിൾ. ഇത് പ്രൈസ് 620 ആണ്. ഇപ്പോൾ സ്പെഷ്യൽ ഓഫറിൽ 585 കൊടുക്കാം. 585. 620 ആയിരുന്നോ? ഓണത്തിന് മുമ്പ് ബുക്കിങ്ങോ ഡെലിവറിയോ എടുത്തിരിക്കണം. ഓണം കഴിഞ്ഞാൽ ഈ പ്രൈസിൽ കിട്ടത്തില്ല. ബുക്കിംഗ് എങ്ങനെ മിനിമം ചെയ്തിരിക്കണം. അതെ. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സാണ്. ഇതിന് ലോൺ ഒരു 5.5 വരെ ലോൺ കിട്ടും. i20 ഡീസൽ 2011 മോഡൽ. 11 ഡീസൽ അല്ലേ? അതെ. അപ്പോൾ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ? ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസ്മെന്റ്സ് ഒന്നും എല്ലാം കമ്പനി സർവീസ് ആണ്. വെൽ മെയിൻറ്റൈൻഡ്. കിലോമീറ്റർ 98,000. സെഞ്ചുറിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. സെഞ്ചുറി 12 മോഡലല്ലേ? അല്ല, ഓടി. അപ്പോൾ സെഞ്ചുറിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. ഒരുവിധം ഓടി നിൽക്കുന്ന വാഹനം തന്നെയാണ് നല്ലത്. ഓടാ കിടക്കുമ്പോഴാണ് വാഹനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. എത്ര ചോദ്യം? ഇത് പ്രൈസ് 265. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഉറപ്പ് നോക്കിക്കോ. ഗ്ലാസ് ഡെലിവറി ടൈമിലുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലേ? ഓക്കെ. ഇത് നമുക്ക് ലോണൊക്കെ എങ്ങനെയാണ്? ഇത് 2 ലക്ഷം വരെ ലോൺ, 2-2.5 വരെ ലോൺ കിട്ടും. നമ്മൾ 260 അല്ലേ ചോദിച്ചത്? 265. 15 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. i20 ഡീസൽ 2012. ഓണർഷിപ്പ് പറ. ഡീസലാണ്. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 82,000. ഇത് 82. അകമൊക്കെ പക്ഷേ ഈ 82 ഓടി നോക്കുന്നേരം അകമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. സർവീസൊക്കെ ചെയ്തിട്ടേക്കാണോ? അതെ. അത് കാണാറുണ്ട്. വണ്ടി കാണുമ്പം നമുക്ക് അങ്ങനെ അങ്ങ് മോശം തോന്നത്തില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 285 ആണ്. ഇപ്പോൾ സ്പെഷ്യൽ ഓഫറിൽ 265 കൊടുക്കാം. 265. 2013 ഡീസൽ, 2012 ഡീസൽ. വീഡിയോ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് അണ്ണൻ്റെ ഈ വീഡിയോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് സാധാരണഗതി പൈസ കുറച്ച് ചോദിച്ചുകൊണ്ട് നിൽക്കുക, ഇപ്പോൾ പൈസ കൂടുതലാണെന്ന് പറഞ്ഞവരെ കൊണ്ട് മാന്യമായ വില ചോദിച്ചു എന്ന് പറയുകയാണ്. ഓണമാണ്, കച്ചവടമൊക്കെ വേണ്ടേ? തീർച്ചയായും. അതുകൊണ്ടല്ലേ ഇത്രയും നമ്മൾ കുറച്ച് പറയുന്നത്. ഓക്കെ.
ഇത് 2015 സിംഗിൾ ഓണർ, കിലോമീറ്റർ വെറും 48,000. 48. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ബേസ് വേരിയൻ്റ് ആണല്ലേ? ബേസ് AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ. ടയേഴ്സൊക്കെ നല്ല ടയർ, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് ഫൈനലി 210. 210 ലാസ്റ്റ് പ്രൈസ് ആണല്ലേ? ഓക്കെ. ഏകദേശം ഒരു 1.82 വരെ ലോൺ കിട്ടും. ഇത് വെർണ ഡീസൽ 2011 മോഡൽ. 11? കിലോമീറ്റർ 1 lakh കഴിഞ്ഞു. ഇപ്പം ടൈമിംഗ് ചെയിനും അത്യാവശ്യമുള്ള വർക്കുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിക്കകവും കൊള്ളാം, നല്ല പോളപ്പം സീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടിക്ക്. ഇതിൻ്റെ ലോക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കിട്ടും. ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 3 lakh ആണ്. സ്പെഷ്യൽ ഓഫറിൽ ഒരു 2.85 കൊടുക്കാം. 2.85? അതെ. 2011 ഡീസൽ. മൈലേജ് എന്തായിരിക്കും? ഫുൾ ഓപ്ഷൻ. മൈലേജ് ഒരു 18 മേളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹൈൻഡായി വെന്യൂ ഓട്ടോമാറ്റിക് പെട്രോളാണ്. 2019 മോഡൽ. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് പെട്രോൾ. കിലോമീറ്ററൊക്കെ ജെന്യൂൻ ആണ്. അതെ. എത്ര ചോദ്യം? എത്ര? സിംഗിൾ ഓണറാണ്. പ്രൈസ് 850. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ? മിഡിൽ. ഓക്കെ. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് കറക്റ്റ് അറിയില്ല. ഈ ഡീസലാ പെട്രോളാ? പെട്രോൾ. ഈ വണ്ടി മൊത്തത്തിൽ കൊള്ളാം. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ട്. എത്ര ചോദിച്ചാൽ? 8,15? 850. നിസാൻ മൈക്രാണ്. 2014. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ വെറും 28,000. 28? ഏതായിരുന്നു മോഡൽ? 2014. ഇത്ര ഓടിയുള്ളൂ? ഇത്ര ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ. ഈ വണ്ടി കണ്ടാൽ അറിയില്ലേ, അകത്തൊക്കെ വൃത്തിയുണ്ടല്ലേ? അതൊക്കെ നല്ല വൃത്തിയായിട്ട്. അത് നേരത്തെ കാണാൻ പറഞ്ഞില്ല, സർവീസൊക്കെ ചെയ്ത് സർവീസ് ചെയ്തതല്ലാതെ നമുക്ക് കാണുമ്പോൾ അറിയാം. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 260. 260. നമുക്കിതിപ്പം മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? മൈലേജ് ഒരു 16. മാരുതി ജിപ്സി. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ പറയൂ. ഓണർഷിപ്പ് തേർഡ്. 95 മോഡൽ. 95 ആണെങ്കിലും ഡീസൽ എൻജിൻ കയറ്റി RCയിലെല്ലാം അത് വാലിഡേറ്റ് ചെയ്തതാണ്. ഫ്രീ വണ്ടിയാണോ അത്? ഫ്രീ അല്ല, കേരള വണ്ടി തന്നെ. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. 95 വണ്ടിയൊക്കെ ഇല്ലയോ? 95 ആണ്. നല്ല ഡീസൽ എൻജിനാണ്. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. സ്റ്റെപ്പിന് ഉൾപ്പെടെ 5 പുതിയ ടയർ. എന്തോ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ നോക്കണ്ട. അത് ജെന്യൂൻ അല്ലെന്നല്ല, ഇതിൽ ഈ വണ്ടിയിൽ അങ്ങനെ ആരും നോക്കാറില്ല. വണ്ടിക്കകമൊക്കെ കൊള്ളാം. ജിപ്സി. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 320. 95 മോഡൽ. എത്രാമത്തെ ഓണർഷിപ്പ്? ഡീസൽ തേർഡ് ഓണർ. മൈലേജ് എന്തോ കിട്ടും അത് പറ. അതെങ്കിലും പറയും. ഒരു 14-16 അത്രയും കിട്ടുമോ? അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നല്ല പൊളപ്പൻ കാറുകൾ ഒരുപാടെണ്ണം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സ്കോർപ്പിയോ, അത് ഇത് ചപ്പിയവർ, അങ്ങനെ ഒരു കിൻഡ് പുതിയതും പഴയതുമായിട്ടുള്ള ഇഷ്ടം പോലെ കാറുകൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടികൾ കുറഞ്ഞ വിലയ്ക്ക് എടുക്കാനും കൂടിയ വിലയ്ക്ക് എടുക്കാനും ഏത് തരത്തിലുള്ള വണ്ടികൾ വേണമെങ്കിലും നോക്കിയെടുക്കാവുന്ന സൗകര്യത്തിനുള്ള വണ്ടികൾ കിടപ്പുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഏത് മോഡൽ വണ്ടികൾ എടുക്കാനും നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു ഷോപ്പാണ്. അത്യാവശ്യം 1-2 വണ്ടികളൊന്നുമല്ല, ഒരു 10-40 വണ്ടി 50 വണ്ടി സ്ഥിരം എപ്പോൾ വന്നാലും കിടക്കുന്ന ഒരു ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാൻ വന്നിട്ട് അത് വേണ്ട വേറൊരു വണ്ടി നോക്കാമായിരുന്നു എന്ന് ചിന്തിക്കണമെങ്കിൽ അപ്പോൾ ഇവിടെ തന്നെ ചിന്തിക്കാം. അത്രയ്ക്ക് വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് പറയാൻ പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷയുടെ വീഡിയോ കാണിച്ചു തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് മാറുകയാണ്, അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ഓരോ സബ്സ്ക്രൈബറും നമുക്ക് വാല്യബിളാണ്. നമ്മൾ പത്തനംതിട്ടയിൽ ഒരു ഷോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പോകാതിരിക്കത്തില്ല. പോയി തരുമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരാളാണെങ്കിൽ പോലും ആ ഒരാൾ പിരിഞ്ഞു പോകരുത്, അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പം തീർച്ചയായിട്ടും പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ പുതിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കിട്ടിക്കാണും എന്ന പ്രതീക്ഷയോടുകൂടി ഓണമൊക്കെ വമ്പൻ ഓഫറൊക്കെ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾക്ക് വിലയും കാര്യങ്ങളൊക്കെ ബോധിച്ചോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റായിട്ട് പറയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.